ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലോ. പ്രതികാരം ചെയ്യാൻ തോന്നിയതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൽ അന്ധയായി തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസം മറന്നു പോരുത്. ഗോപാൽജി ഭയങ്കര ആലോചനയിലാണല്ലോ. അനിതയോ ഇരിക്കെ. ഞാൻ വെറുതെ കമ്പനിയുടെ കാര്യങ്ങൾ ആലോചിച്ചിരുന്നതാ. കമ്പനിയുടെ കാര്യങ്ങൾ തന്നെയാണോ ഗോപാൽജി ആലോചിച്ചത്? എന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പീതാംബരന്റെ ബോഡി റോഡ് സൈഡിൽ ഒഴിവാക്കിയ അവസ്ഥയിൽ കിട്ടിയിരുന്നു. കഴുത്തില് കത്തി കൊണ്ട് കുത്തിക്കൊന്നതാണെന്നാ പ്രാഥമിക നിഗമനം. ഗോപാൽജിക്ക് എന്താ ഒരു ടെൻഷൻ പോലെ? ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? പീതാംബരനെ കൊണ്ട് ഗോപാൽജിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന് അയാൾക്ക് കാശ് കൊടുത്ത് മതിയായിന്ന് ഗോപാൽജി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗോപാൽജിയുടെ പല ശത്രുക്കളും ഇങ്ങനെ കൃത്യസമയത്ത് യാദൃച്ഛികമായിട്ട് തട്ടിപ്പോവാറുണ്ടല്ലോ. ശങ്കരൻ, മാധവൻ, ഇപ്പൊ പീതാംബരൻ. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക, ഗോപാൽജിക്ക് ഈ കൊലപാതകത്തില് എന്തെങ്കിലും പങ്കുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയാ ചോദിച്ചത്. അങ്ങനെ എന്റെ ശത്രുക്കളെ മുഴുവൻ ഞാൻ കൊല്ലാൻ തീരുമാനിച്ച എനിക്ക് അതിന് മാത്രമേ നേരം ഉണ്ടാവൂ. എനിക്ക് പീതാംബരന്റെ മരണമായിട്ട് ഒരു ബന്ധമില്ല. ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ ചോദിക്കാനുള്ള കാരണം, കേസിന്റെ അന്വേഷണം കമ്മീഷണർ നേരിട്ട് നടത്തുമെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സംസാരമുണ്ട്. ഐശ്വര്യ മാഡത്തിന് ഗോപാൽജിക്ക് നന്നായിട്ട് അറിയാലോ. എത്ര ബുദ്ധിയുള്ള കൊലയാളിയാണെങ്കിലും മാഡം കണ്ടുപിടിച്ചിരിക്കും. സത്യസന്ധ ആയതുകൊണ്ട് കൈക്കൂലി കൊടുത്ത് വശത്താക്കാനും പറ്റില്ല. പക്ഷെ ഗോപാൽജിക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ. ഇല്ല, എനിക്ക് പേടിക്കാനൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ. അനിതേ, എന്തൊക്കെയാണെങ്കിലും പീതാംബരൻ എന്താ സംഭവിച്ചെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. അതുകൊണ്ട് കേസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായാല് എന്നെ അപ്പൊ തന്നെ വിളിച്ചൊന്ന് അറിയിക്കണം. അല്ല, ഗോപാൽജിക്ക് പീതാംബരന്റെ മരണത്തിൽ പങ്കൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? വെറുതെ ഒരു കൗതുകത്തിന്. അതിനുള്ള പ്രതിഫലം ഞാൻ അനിതയ്ക്ക് തന്നോളാം. കാശ് കിട്ടുമെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? ഞാനെല്ലാം വിളിച്ചറിയിച്ചോളാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ പീതാംബരൻ മരിച്ചെന്ന് അവൾ അത് പറയാനാ വന്നത്. ഞാനെല്ലാം കേട്ടു. അച്ഛന് ശരിക്കും പീതാംബരൻ മരിച്ചതിൽ ഒരു പങ്കുമില്ലേ? അച്ഛൻ എന്നോട് എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ. ഇനി പീതാംബരൻ മരിച്ചതില് അച്ഛൻ എന്തെങ്കിലും പങ്കുണ്ടോ? എന്താടാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്?
ഏയ് ഒന്നുമില്ല. നീ ജോലിക്ക് പോകുന്നില്ലേ? ആ ഉണ്ട്. ഫ്രഷ് ആയാലും ഉടനെ ഇറങ്ങും. ഹലോ, ഗിരിയണ്ണ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടില. എന്താ മഞ്ജു? ഗിരിയേട്ടാ, പീതാംബരൻ മരിച്ചു. ആരോ കൊന്നതാ. ബോഡി രാവിലെയാ കിട്ടിയത്. ഞങ്ങൾ അന്വേഷണം തുടങ്ങി. ഹലോ ഗിരിയേട്ടാ, പ്രീതിയെ വിവരം അറിയിച്ചോ? ഞാൻ അവളെ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളാകെ തകർന്നിരിക്കുമായിരിക്കും. ബോഡി ഇപ്പൊ എവിടെയാ ഉള്ളത്? മോർച്ചറിയില്. പ്രീതി ഇങ്ങോട്ടാ വരുന്നേ. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ശരി ഗിരിയേട്ടാ. എന്താടാ, എന്തു പറ്റി? പീതാംബരൻ മരിച്ചു. ആരോ കൊന്നതാ. ഈ അയാളുടെ മരണവും നിന്റെ തലയിലാവോ? എന്റെ തലയിലോ? പിന്നല്ലാതെ. നിങ്ങൾ തമ്മിൽ പ്രീതിയുടെ കാര്യത്തിൽ ശത്രുതയുണ്ടെന്ന് നാട്ടുകാർക്കെല്ലാം അറിയില്ലേ? മരിച്ചാ പോലും പീതാംബരൻ നിനക്ക് സമാധാനം തരില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ നശിച്ചവളെ ഈ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞതാ. ഒന്നിനു പുറകെ ഒന്നായി അവള് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന നീ കാണുന്നില്ലേ?